Hello guys, thanks for checking back out my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള എൻ്റെ സ്വന്തം റെസിപ്പിയിലൊരു എഗ്ഗ് കറിയുടെ റെസിപ്പിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തപ്പോൾ വളരെയധികം ആൾക്കാർ ഇതുമായിട്ട് ഇനിയും വ്യത്യസ്തമായിട്ടുള്ള എഗ് കറിയുടെ റെസിപ്പികൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ റെസിപ്പി വളരെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്, അതുമാതിരി തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ എഗ്ഗ് കറിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ക്രീമി, വളരെ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേമാതിരി എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വളരെ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടക്കം തുടങ്ങി അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. ആദ്യമായി തന്നെ സ്റ്റൗവിലേക്കൊരു സോസ് പാൻ എടുത്ത് വെച്ചതിന് ശേഷം മുട്ട പുഴുങ്ങാൻ ആവശ്യമായുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. അടുത്തതായി നമുക്ക് സ്റ്റൗ ഓണാക്കി വെള്ളം നന്നായിട്ട് റോളിംഗ് ബോയിലിലേക്ക് എത്തുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായി ബോയിൽ ആയതിനു ശേഷം ഇതിലേക്ക് നമുക്കൊരു 6 മുട്ട ഇടാം. മുട്ട വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് 12 മിനിറ്റ് നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം. Set the timer for 12 minutes. 12 minutes starting now. അടുത്തായി പാനിൻ്റെ ലിഡ് വെച്ചതിന് ശേഷം നമുക്ക് ടൈമർ ഓഫ് ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം നന്നായി ബോയിൽ ആയതിനു ശേഷം മാത്രം നമ്മൾ എഗ്ഗ് ഇടുക. അതിനുശേഷം നമ്മൾ 12 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായുള്ള ഹാർഡ് ബോയിൽ എഗ്ഗ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുമാതിരി തന്നെ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും ഉപ്പ് ഇടുന്ന വഴി നമുക്ക് മുട്ടയുടെ തോല് പൊളിക്കാനും വളരെ എളുപ്പമായിരിക്കും. ഗൈസ്, അങ്ങനെ നമ്മൾ 12 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം നമ്മുടെ എഗ്ഗ് എടുത്ത് നമുക്കൊരു തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഐസ് കോൾഡ് വാട്ടറിലേക്ക് നമ്മൾ ബോയിൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ഇത് പീൽ ചെയ്ത് 4 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ടിരുന്നതാണ്. അടുത്തായി നമുക്കൊരു ഹാൻഡ് ബ്ലെൻഡർ ജാർ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് വെള്ളത്തിൽ കുതിർത്തെടുത്ത 1/2 കപ്പ് കാഷ്നട്ട്, ഒരു വലിയ പിടി മല്ലിയില, മല്ലിയിലയുടെ 4/1 പുതിന, 1/4 കപ്പ് യോഗട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ തൈര്. നമ്മൾ തൈര് സെലക്ട് ചെയ്യുമ്പോഴും വളരെ പുളി കുറവുള്ള തൈര് സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റെസിപ്പിയുടെ ടേസ്റ്റ് കൂടുതലും സവർ ടേസ്റ്റ് അല്ലെങ്കിൽ പുളിയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ പുളി കുറഞ്ഞ യോഗട്ട് അല്ലെങ്കിൽ തൈര് സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരാം. കൈസ്, അടുത്തായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓണാക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത 1 ടേബിൾ സ്പൂൺ ഗാർലിക്ക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൂടി ഇട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് നന്നായി പഴുത്ത 3 ടൊമാറ്റോ ചെറുതായി ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ഇടാം. ഈ റെസിപ്പിക്കായിട്ട് നമ്മൾ ടൊമാറ്റോ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് പഴുത്ത ടൊമാറ്റോ സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊരു സവർ ടേസ്റ്റ് അല്ലെങ്കിൽ പുളി കൂടുതൽ വരാനായിട്ടത് കാരണമാവും. നമ്മൾ ടൊമാറ്റോ ഇട്ട് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ സോൾട്ട്, അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് നമ്മളുടെ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അടുത്തത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ അപ്പോൾ നമുക്ക് കാണാൻ നമ്മളുടെ അരച്ചെടുത്ത മസാല നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ലൂസ് ആക്കാനായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് ഒഴിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായി ബോയിലായി കഴിയുമ്പോൾ ഇതിലേക്ക് നേരത്തെ ബോയിൽ ചെയ്തെടുത്ത മുട്ട നമ്മൾ ഓരോ മുട്ടയും 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, കട്ട് ചെയ്ത 4 പീസ് എഗ്ഗും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത ടൊമാറ്റോ ഇട്ടതിന് ശേഷം ചോപ്പ് ചെയ്ത കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഷെഫ് സ്പെഷ്യൽ എഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മളുടെ ഷെഫ് സ്പെഷ്യൽ എഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എഗ് കറി തന്നെയാണിത്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. വളരെ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്, വളരെ ക്രീമിയാണ്, അതുമാതിരി തന്നെ തിക്ക് ഗ്രേവിയാണ്.
പിന്നെ നമുക്ക് അധികം ഓവർ സ്പൈസസിൻ്റെ ഫ്ലേവർ ഇതിൽ വരുന്നില്ല. എല്ലാം കൊണ്ടും വളരെ വെൽ ബാലൻസ്ഡ് പെർഫെക്റ്റ് ആയുള്ള റെസിപ്പിയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷൻ എഴുതിയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുകയും അതുമാതിരി നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. So eat good food, stay healthy, and I'll see you with a different video. Bye bye.